ഒരു നൂറ്റാണ്ടാവുന്നു നമ്മുടെ തുറമുഖം ഇന്നത്തെ രീതിയിലേക്ക് പുരോഗമന പാതയിലേക്ക് എത്തുന്നത്. ആഴം കൂട്ടുംതോറും അരികിടുകയും അരികിലെ ജനമില്ലാതാവുകയും ചെയ്യുന്നത് പാവപ്പെട്ടവരായിരുന്നത് കൊണ്ടാണോ സംസ്ഥാന കേന്ദ്ര സർക്കാരുകൾ ശ്രദ്ധിക്കാതിരുന്നത് എന്നുള്ള ചോദ്യം അന്നും ഇന്നും ഒരുപോലെ പ്രസക്തമായിട്ട് നിൽക്കുകയാണ്. നമുക്കിവിടെ തുറമുഖമുണ്ടായപ്പോൾ തുറമുഖമുണ്ടാക്കിയവര് വളരെ വളരെ വ്യക്തതയോടുകൂടി എഴുതിയിട്ടിരുന്നു, അന്ധകാരൻ അഴി മുതൽ ഫോർട്ട് കൊച്ചി തുറമുഖത്തിന്റെ ആ വാതിൽ വരെ ഒരൊറ്റ സ്ട്രെച്ചാണ്. ഇവിടെ ചെയ്യേണ്ടത് കരിങ്കൽ ഭിത്തിയോട് കൂടിയുള്ള പുലുമുട്ടോട് കൂടിയുള്ള തീരമൊരുക്കുകയാണ് വേണ്ടത്, അല്ലെങ്കിൽ ഇന്ന് നാം കാണുന്നത് സംഭവിക്കുമെന്ന് അവർ അന്നേ പറഞ്ഞിരുന്നു. ഇത് പറഞ്ഞതിനൊപ്പം ചെയ്യാൻ അവർക്കായില്ല. തട്ടിയും മുട്ടിയും ചെയ്തു വന്നപ്പോൾ കാലങ്ങൾ കഴിയുകയായിരുന്നു. 1990കളിൽ തീരശോഷണവും ജീവനും സ്വത്തിനും അപകടം വരുന്ന സ്ഥിതിയും വന്നപ്പോൾ തീരജനത അന്നേ പറഞ്ഞു, അന്നേ രോദനങ്ങൾ നിരത്തി, അന്നേ ആവശ്യപ്പെട്ടു ശാശ്വതമായൊരു പരിഹാരം ഞങ്ങളുടെ നാടിന് വേണമെന്ന്. പിന്നീട് 2018 ആയപ്പോൾ നമ്മൾക്ക് മനസ്സിലായി, ഇനി ഇവിടെ നമ്മള് ആവശ്യങ്ങൾ നിരത്തിക്കൊണ്ട് ഓഫീസുകൾ കയറിയിട്ട് കാര്യമില്ല. അതുകൊണ്ട് തീര സംരക്ഷണ സമിതി എന്നുള്ള രീതിയിൽ, അഥവാ പശ്ചിമ തീര സംരക്ഷണ സമിതി എന്ന പേരിൽ നമ്മൾ ഒരു സംഘടന ഉണ്ടാക്കുകയും അതിന്റെ കീഴില് വിവിധങ്ങളായ സമരങ്ങളും ആവശ്യമായ സമ്മർദ്ദങ്ങളും ചെലുത്തിയതിന്റെ ഫലമാണ് ഇന്ന് കെട്ടിഘോഷിക്കപ്പെടുന്ന, അല്ലെങ്കിൽ നമ്മൾ എല്ലാവരും അഭിമാനിക്കുന്ന രീതിയിൽ ഗവൺമെന്റുകൾക്ക് നന്ദി പറയുകയാണ്. ആ കാര്യത്തിൽ ചെല്ലാനത്ത് കാണുന്ന പെട്രോപാഡിന്റെ മോഡൽ കടൽ ഭിത്തി എല്ലാവരും ആവശ്യപ്പെടുന്ന അത് വേണമെന്ന് കേരള തീരം മുഴുവൻ. പക്ഷെ ഇന്നത്തെ അവസ്ഥ മുറിവൈദ്യൻ രോഗിയെ കൊല്ലുമെന്നുള്ള രീതിയിൽ അവസ്ഥയാണ് ചെല്ലാനത്തിന്. കാരണം അത് പൂർണ്ണമായിട്ട് നടപ്പാക്കാത്തത് കൊണ്ട് പാതി തീർന്നിരിക്കുന്ന ഈ കടൽ ഭിത്തി ഇന്ന് തൊട്ടടുത്തുള്ള പ്രദേശങ്ങളെ അക്ഷരാർത്ഥത്തിൽ വിഴുങ്ങുകയാണ്. ഞങ്ങള് ആവർത്തിച്ചു പറയുന്നു, ഫോർട്ട് കൊച്ചി മുതൽ തെക്കേ ചെല്ലാനം അന്ധകാരൻ അഴിവരെ പെട്രോപാഡിന്റെ കടൽ ഭിത്തി കൃത്യമായിട്ട് നിർമ്മിക്കുകയും അതിനോട് ചേർന്നുള്ള പുലിമുട്ടുകൾ ഇടുകയും ആ പുലിമുട്ടുകളിൽ ഈ വേമ്പനാട്ട് കായലിലെ എക്കല് കൊണ്ട് നിറയ്ക്കുകയും തുറമുഖത്തിന് ആഴം കൂട്ടുവാൻ ഓരോ ദിവസവും ട്രക്ക് ചെയ്യുന്ന മണ്ണും അവിടെ തന്നെ നിക്ഷേപിക്കുവാനും ഞങ്ങൾ ഒന്നടങ്കം കൊച്ചി നിവാസികൾ ആവശ്യപ്പെടുകയാണ്. അധികാരികൾ അതിന് ചെവി കൊടുക്കണം.